മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. അൻവർ വിഷയത്തിൽ സതീശൻ അനാവശ്യ വാശി കാണിച്ചു. കോൺഗ്രസിലെ പല നേതാക്കൾക്കും ധിക്കാരമാണ്. അൻവർ വിഷയം കോൺഗ്രസ് നേതൃത്വം വഷളാക്കി. നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയ്ക്ക് പോയത് നാണക്കേടായി എന്നും യോഗത്തിൽ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, അൻവർ വിഷയത്തിൽ ലീഗിന് അതൃപ്തി എന്ന് വേണമോ മനസ്സിലാക്കാൻ? ആരൊക്കെയാണ് നേതൃയോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ചും VD സതീഷിനെതിരെ വിമർശനം ഉയർത്തിയത്? ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. വലിയ വിമർശനം തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ, കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുസ്ലിം ലീഗ് ഉന്നയിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് VD സതീശൻ ആണ്. ഈ അനാവശ്യമായി ഈ കാര്യം വൈകിപ്പിച്ചു. പ്രതിപക്ഷ ഈ PV അൻവറിനെ UDF-ലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വൈകിപ്പിച്ചത് VD സതീശനാണ്. കോൺഗ്രസ് നേതൃത്വം ഈ അൻവർ വിഷയം ആകെ വഷളാക്കി എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം ഇന്ന് രാവിലെയാണ് മലപ്പുറത്ത് നടന്നത്. PK കുഞ്ഞാലിക്കുട്ടി, അതേപോലെ തന്നെ PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലത്തിലെ ചുമതലയുള്ള മുഴുവൻ MLA-മാരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഇക്കാര്യം പറഞ്ഞു. 4 MLA-മാർ ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. പക്ഷേ ഈ വിമർശനത്തെയെല്ലാം അംഗീകരിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു ലീഗ് നേതൃത്വവും അത് സ്വീകരിച്ചത്. കാരണം ആരും അതിനെ പ്രതിരോധിക്കാനും തയ്യാറായില്ല. എല്ലാവരും അത് അംഗീകരിക്കുന്ന വിധത്തിലേക്ക് എത്തി. അതായത് VD സതീശൻ അനാവശ്യ വാശി കാണിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയം, അൻവർ വിഷയം പാടെ അവഗണിച്ചത് അത് വലിയ ഈ പ്രശ്നത്തെ വഷളാക്കി. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, വിജയമുണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ തോതിൽ മുസ്ലിം ലീഗിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ UDF ചർച്ച ചെയ്ത് ആ UDF ചർച്ചയ്ക്ക് ശേഷം ഇനിയൊരു തുറന്ന ചർച്ച അൻവറുമായി വേണ്ട എന്ന് തീരുമാനിച്ച ശേഷം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ പോയി സന്ദർശിച്ചതും വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് ഒപ്പം തന്നെ PV അൻവർ ഇക്കാര്യത്തിൽ ഈ UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ PV അൻവർ ഇടപെട്ടതും ശരിയായില്ല എന്നുള്ള വിമർശനവും യോഗത്തിൽ ഉയർന്നുണ്ട്. അതിലെല്ലാം ഏറെ പ്രധാനപ്പെട്ടത് VD സതീശനെയും അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും വലിയ തോതിൽ വിമർശനം ഉയർത്തിയ ലീഗ് നേതൃയോഗത്തിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ PV അൻവറിൻ്റെ പേരിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ചർച്ചയ്ക്ക് ഇടെയാണ് ഇപ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുകളിൽ വയ്ക്കുന്ന വിധത്തിൽ ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് തന്നെ, ലീഗ് യോഗത്തിൽ തന്നെ വിമർശനം ഉയർന്നിരിക്കുന്നത്. അതെന്തായാലും വരും ദിവസങ്ങൾ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുക തന്നെ ചെയ്യും. ലക്ഷ്മി, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ വാക്കുകൾ പോലും ലംഘിച്ചുകൊണ്ടാണ് തനിക്ക് നേരെ വാതിൽ കൊട്ടിയടച്ചത് എന്ന് PV അൻവർ പറയുന്നത് കേട്ടു. മാത്രമല്ല, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ പേരും അദ്ദേഹം എടുത്തു പറഞ്ഞു. K സുധാകരൻ അടക്കമുള്ളവരുടെ കാര്യം അദ്ദേഹം വളരെ നേരമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് മുന്നിൽ. UDF-ന്റെ വോട്ട് ബാങ്കിനെയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നേതൃയോഗത്തിൽ തന്നെ കോൺഗ്രസിനെതിരെ ലീഗിനകത്ത് നിന്ന് വിമർശനം ഉയരുന്നത്. ഈ ഒരു സാഹചര്യം, അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായും അത് UDF-ന്, കോൺഗ്രസിന് തന്നെയായിരിക്കും ദോഷം ചെയ്യുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്ന് തോന്നുന്നു. ശാന്തൻ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം വലിയ ഒരു വോട്ടിൽ വിഭജനമുണ്ടാക്കാൻ PV അൻവറിന് കഴിയുമെന്നുള്ളൊരു തർക്കമില്ല. കാരണം നേരത്തെ ആര്യാടൻ മുഹമ്മദിൻ്റെ നിയന്ത്രണത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ കുത്തകയായിരുന്ന ഒരു മണ്ഡലം PV അൻവർ സ്വതന്ത്രനായി മത്സരിച്ച് അത് പിടിച്ചെടുക്കുന്നത് ആ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കിയതിന് ശേഷമാണ്. അത് ഓരോ മേഖല തിരിച്ചും PV അൻവറിന് കൃത്യമായി അറിയാം. നിലമ്പൂർ മണ്ഡലത്തിൽ എങ്ങനെ വോട്ടിംഗ് പാറ്റേൺ ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് PV അൻവർ. ആ കാര്യം മുസ്ലിം ലീഗിനും നന്നായി അറിയാവുന്നതാണ്. അവർക്കും ആ ഭയപ്പാടുണ്ടായിരുന്നു. അതുതന്നെയാണ് PV അൻവറുമായുള്ള പ്രശ്നം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ പല വിധത്തിലുള്ള ചർച്ചകൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നടന്നു. അതിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം ഉൾപ്പെടെ, അതുപോലെ PV അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് പങ്കാളികളായിരുന്നു. ആ പങ്കാളികളാവുമ്പോഴൊക്കെ ആ പ്രശ്നങ്ങൾ അതാത് സമയങ്ങളിൽ അവയ്ക്കൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പിന്നീട് വിശദമായ ചർച്ച നടത്തിയതിന് ശേഷമാണ് PV അൻവറിനെ അസോസിയേറ്റ് മെമ്പർ ആക്കാം എന്നുള്ള
ഒരു നിലപാടിലേക്ക് UDF എത്തുന്നത്. പക്ഷേ അതിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ തുടർ നടപടികളിലേക്കും പോകാൻ അത് VD സതീശനെ ചുമതലപ്പെടുത്തി. പക്ഷേ ആ ചുമതല വഹിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. ആ വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഈ യോഗത്തിൽ മുഴുവൻ MLA-മാരും അതുപോലെ തന്നെ ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാരും അത് അവയെല്ലാം ശരിവെക്കുന്ന വിധത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നത്. അത് നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറെ സ്വാധീനമുള്ള മുസ്ലിം ലീഗിന് നിലമ്പൂരിൽ അത് അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതിന് യാതൊരു തർക്കവുമില്ല. കാരണം PV അൻവർ ലക്ഷ്യമിടുന്ന വോട്ടുകൾ അത് UDF-ന്റെ വോട്ടുകളാണ്. ആ വോട്ടുകളിൽ കൃത്യമായ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള കൃത്യമായി അത് അറിയാവുന്ന ഒരു പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ്. അത് തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ വളരെ നേരത്തെ മുതൽ തന്നെ ഇടപെട്ടിരുന്നത്. പക്ഷേ ആ ഇടപെടലിന് ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ. കാരണം PV അൻവർ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇനിയൊരു പിൻവാങ്ങൽ അതിൽ നിന്നുണ്ടാവുമെന്നുള്ളതിന് ഒരു വ്യക്തതയുമില്ല. കാരണം 5-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം. പക്ഷേ UDF-ന്റെ നേതാക്കന്മാരും അതുപോലെ പല ലീഗ് നേതാക്കന്മാരും വീണ്ടും സമയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലേക്ക് എത്താൻ ഇനി PV അൻവറിനെ ഒന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് സംശയകരമാണ്. എന്തായാലും UDF-ന്റെ വോട്ടിൽ തന്നെയാണ് വലിയ വിള്ളലുണ്ടാവാൻ പോകുന്നത് എന്നുള്ള യാതൊരു തർക്കവുമില്ല. ലക്ഷ്മി, മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. അൻവർ വിഷയത്തിൽ സതീശൻ അനാവശ്യ വാശി കാണിച്ചു എന്നാണ് പലരും വിമർശനമായി ആ നേതൃയോഗത്തിൽ ഉയർത്തിയത്. മുസ്ലിം ലീഗ് അൻവറിന്റെ ശക്തി ഒട്ടും കുറച്ചു കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിമർശനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ